It's myself, Betsy, from Tiju's Academy, Mavelikara. Once again, we are going to start yet another session with vocabulary of history. ഇന്നൊരു പുതിയ കാര്യമാണ് കൊണ്ടുവരിക്കുന്നത്. അത് ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട്. ഹിസ്റ്ററി നമ്മൾ പലരും വലിയ ആഗ്രഹത്തോടെ അല്ലെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും എടുക്കാതെ തന്നെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി. അതിനെപ്പറ്റി നമുക്ക് സ്പീക്കിങ്ങിൽ ചില ടോപ്പിക്കുകൾ ഉണ്ട്, ഇൻ പാർട്ട് 1, 2 ആസ് വെൽ ആസ് ഇൻ 3. അന്നേരം ചോദിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും അല്ലെങ്കിൽ പല കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ദേ ആസ്ക്, എനിക്ക് വലിയ അവയർനെസ് ഇല്ല ഹിസ്റ്ററിയെപ്പറ്റി, ആൻഡ് ഹൗ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദാറ്റ് സബ്ജക്റ്റ് ഫ്ലോലെസ്ലി ഫോർ 2 minutes. അങ്ങനെയുള്ള ചോദ്യത്തിനൊക്കെ ഉള്ള ഉത്തരം കൊണ്ടാണ് ഇന്നത്തെ ലൈവ് സെഷനിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഹൗ ഈസിലി വി ക്യാൻ ടോക്ക് അബൌട്ട് ദിസ് സബ്ജക്റ്റ്. എന്ത് ചോദിച്ചാലും ഹിസ്റ്ററിയെപ്പറ്റി. അതിനെ കൂടാതെ തന്നെ കുറേ വൊക്കാബുലറീസ്, ഫ്രേസസ് ആസ് വെൽ ആസ് ഇഡിയംസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹിസ്റ്ററി എന്ന് പറയുമ്പോഴും ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്, ഭയങ്കര കൺഫ്യൂസാവും, പാനിക്കാവും. ആ ഒരു മൊമെൻറ്റിൽ ഒന്നും അറിയാതെ തന്നെ പറയാനൊന്നും ഇല്ല എന്ന രീതിയിലാണ് നമ്മൾ എല്ലാവരും വണ്ടർ അടിച്ചിരിക്കുകയല്ലേ. ഗുഡ് ആഫ്റ്റർനൂൺ ടിൻറ്റു, ഗുഡ് ആഫ്റ്റർനൂൺ ഐശ്വര്യ, ഗുഡ് ആഫ്റ്റർനൂൺ അനീഷ. A warm welcome to live session of Tiju's Academy. 3 പേരും ലൈവായിട്ട് കാണുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും പേര് കാണുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യമാണ്. ആൻഡ് ഇറ്റ് വിൽ റിയലി മോട്ടിവേറ്റ് റെസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഓൾസോ ടു ജോയിൻ അവർ ലൈവ് സെഷൻ. ഹിസ്റ്ററി അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹിസ്റ്ററി റിയലി മാറ്റേഴ്സ്. ചിലർക്ക് കുറേ അറിവുണ്ടായിരിക്കും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അറിയായിരിക്കും, ബട്ട് എങ്ങനെ അത് കൃത്യമായിട്ട് ഒന്നായി പറയണം, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെദർ വി ക്യാൻ കോർഡിനേറ്റ് ഓർ റിലേറ്റ് ഈച്ച് ആൻഡ് എവറിത്തിങ് ആണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഗുഡ് ആഫ്റ്റർനൂൺ അനീറ്റ. സോ ഇന്ന് അതിനെപ്പറ്റി എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ആൻഡ് ഹൗ ഈസിലി വി ക്യാൻ ടോക്ക് അബൌട്ട് ദ സബ്ജക്റ്റ് without having any awareness about that period of time. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇന്ന് എടുക്കാൻ പോകുന്ന ഒരു സെഷൻ, അല്ലെങ്കിൽ ഇന്ന് എടുക്കാൻ പോകുന്ന വൊക്കാബുലറി ഫ്രേസസ്. അത് നമുക്ക് എങ്ങനെ ഹെൽപ്പ് ആവും ആസ് എ കാൻഡിഡേറ്റ് ഫോർ IELTS സ്പീക്കിംഗ്. സാധാരണ സ്പീക്കിങ്ങിൽ അങ്ങനെ ഹിസ്റ്ററി വലിയ രീതിയിൽ ചോദിക്കാറില്ലെങ്കിലും പക്ഷെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്ത് നമ്മളോട് അവർ ചോദിക്കും, സോ ആർ യു അവെയർ അബൌട്ട് എനിത്തിങ് ഓർ ഇൻ വിച്ച് പീരിയഡ് ഓഫ് ടൈം യു വുഡ് ലൈക്ക് ടു ലിവ് എന്നൊക്കെ നമ്മളോട് ഒരു കാര്യങ്ങൾ അവർ ചോദിക്കാറുണ്ട്. അന്നേരം നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്, നമ്മൾ എങ്ങനെ ഇതൊക്കെ പറയും എന്നാണ് ആദ്യത്തെ കാര്യം സ്റ്റുഡൻറ്റിൻ്റെ മനസ്സിൽ വരുന്നത്. അന്നേരം നമ്മൾ ഒരു തുടക്കം അല്ലെങ്കിൽ തുടക്കക്കാർ അല്ലെങ്കിൽ ആസ് എ ബിഗിനർ ആകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ഒന്ന്, നമ്മൾ സ്റ്റുഡൻറ്റ് തന്നെ കൺഫ്യൂസ് ആവും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ്റ്റോറിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ. അങ്ങനെ തന്നെ ആദ്യത്തെ കാര്യം ഹിസ്റ്റോറിക്കൽ പീരിയഡ് അല്ലെങ്കിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക് എന്ന് പറയുന്ന കാര്യം എന്താണ്? ഹിസ്റ്റോറിക് എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഹിസ്റ്റോറിക്കൽ വരുമ്പോഴത്തേക്ക് റിലേറ്റഡ് ടു എ പീരിയഡ് ഇൻ ഹിസ്റ്ററിയാണ് ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ പീരിയഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിലെ കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്, അവർ ഉദ്ദേശിക്കുന്നത്. ആസ് എ എക്സാമിനർ അല്ലെങ്കിൽ നമ്മളോട് അവർ ആഗ്രഹിക്കുന്നത് തന്നെ എങ്ങനെ നമ്മൾ ആ ഒരു ടൈം പീരിയഡിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യും എന്ന് തന്നെയാണ്. സോ വെരി സിമ്പിൾ. നമുക്ക് വലിയ കാര്യം അറിയത്തില്ലെങ്കിൽ വലിയ സംഭവം അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് വി ആർ അവെയർ ഓഫ് ഈച്ച് ആൻഡ് എവറി പീരിയഡ് ഓഫ് ടൈം ഓഫ് ഹിസ്റ്ററി. പലർക്കും പല കാര്യങ്ങളും അല്ലെങ്കിൽ ദേ ആർ നോട്ട് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഹിസ്റ്റോറിക്കൽ പീരിയഡ്. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ആധികാരികമായിട്ട് അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ഡൗട്ടാണ്. എന്നാലും നമുക്ക് വലിയ അറിവില്ലെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ വൈൽ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദാറ്റ് പീരിയഡ് ഓഫ് ടൈം. നമുക്ക് എന്തെങ്കിലും ഒന്ന് അറിവില്ലെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ആ 2 minutes നമുക്ക് പറയാൻ വേണ്ടി ഒന്നുമില്ലായിരിക്കും. ആൻഡ് വി ഹാവ് ടു ഇൻ ബിറ്റ്വീൻ ദാറ്റ് ടൈം നമ്മൾ അവിടെ നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ലാഗ് വരും. സെർച്ച് ഓഫ് കോണ്ടൻറ്റ് ആയിരിക്കും, നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ബുദ്ധിമുട്ട് വരും.
സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ നോക്കണം എന്നാണ് പറയുന്നത്. ആദ്യത്തെ കാര്യം സെഞ്ച്വറി. അതൊരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ്, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഏത് സെഞ്ച്വറിയിലാണ്, ഏത് കാലഘട്ടത്തിലാണ്, ഏത് നൂറ്റാണ്ടിലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ സെഞ്ച്വറിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് സ്റ്റുഡൻസിനെ, എങ്ങനെയാണ് സെഞ്ച്വറി ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ 20th സെഞ്ച്വറി എന്ന് പറയുവാണെങ്കിലും നമ്മൾ എന്ത് പറയും, 1900 to 1999 വരെ ആയിരിക്കും നമ്മുടെ ആ ഒരു പീരിയഡ് ഓഫ് ടൈം. ഇത് നമ്മൾ ഭയങ്കര കൃത്യമായിട്ട് നോട്ട് ഓൺലി ഇൻ സ്പീക്കിംഗ് ബട്ട് ഓൾസോ ഇൻ റീഡിങ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും പല സമയത്ത് ഇൻ ബിറ്റ്വീൻ മിഡ് ഓഫ് 19th സെഞ്ച്വറി, ഇൻ ദ ബിഗിനിങ് ഓഫ് 19th സെഞ്ച്വറി ഒക്കെ പറഞ്ഞ് നമുക്ക് പാസേജ് കാണാറുണ്ട്. അന്നേരമൊക്കെ വരുന്ന ഒരു MCQയിൽ ഡൗട്ട് വന്നിട്ട് നമ്മുടെ സ്റ്റുഡൻസ് അത് കൺഫ്യൂസായിട്ട് കൃത്യമായിട്ട് അത് ലൊക്കേറ്റ് ചെയ്യാതെ വരും. അതുകൊണ്ട് നമ്മൾക്ക് കൃത്യമായിട്ട് സെഞ്ച്വറി അല്ലെങ്കിൽ ഏത് സമയത്തിനെ പറ്റിയാണ് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതാണ് ഡിക്കേഡ് എന്ന് പറയുന്നത്. സോ ഡിക്കേഡിന് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്, ഒരു 10 വർഷത്തെ കാലഘട്ടത്തിനാണ് നമ്മൾ ഡിക്കേഡ് എന്ന് പറയുവാണെങ്കിലും നമ്മൾ ആ ഒരു സമയത്തിന് 50s, 60s, 80s, 70s ഇങ്ങനെയൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. നമുക്ക് റൈറ്റിംഗ് ടാസ്ക് വരുമ്പോൾ ടാസ്ക് 1 അക്കാഡമിക്കിന് നമുക്ക് ആ ഒരു ടൈം പീരിയഡ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടാസ്ക് 1 എഴുതേണ്ടി വരും. അവിടെയും നമ്മുടെ സ്റ്റുഡൻസ് ഭയങ്കരമായിട്ട് ഈ ഡേറ്റ കളക്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്നത്. സോ ദേ ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് എക്സാക്ട് ടൈം വാട്ട് അബൌട്ട് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഓർ വാട്ട് ദേ ആർ റൈറ്റിംഗ് അബൌട്ട്. അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരുമ്പോഴാണ് ഈ ഒരു ഡിക്കേഡിനെ പറ്റിയുള്ള ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റില്ല. അന്നേരം നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്, എപ്പോഴും നമ്മൾ ഇൻ ദി 18th സെഞ്ച്വറി എപ്പോഴും മാർക്ക് ചെയ്യാറുണ്ട്. 18th സെഞ്ച്വറി അല്ലെങ്കിൽ ദി 19th സെഞ്ച്വറി. എന്തെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈം പീരിയഡ് കൃത്യമായിട്ട് പറയാൻ വേണ്ടി തന്നെയാണ് ആ ഒരു സെഞ്ച്വറി അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിനെ പറ്റി, ആ ഒരു നൂറ്റാണ്ടിനെ പറ്റി കാര്യം പറയുമ്പോഴാണ് ദി മാർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു നമ്മൾ അടുത്ത ഒരു കാര്യം പോവുകയാണ്. നമുക്ക് കുറേ കാര്യം പണ്ടത്തെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിന് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും, റൈറ്റിങ്ങിലാണെങ്കിലും പല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. സോ ഓവർ ദ ലാസ്റ്റ് സെഞ്ച്വറി സിൻസ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ആ ഒരു പ്രത്യേക കാലഘട്ടം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച് പറയുന്നത് തന്നെ. സോ ദീസ് ആർ ദ ഫ്യൂ ഫ്രേസസ് വി ക്യാൻ യൂസ് എവർ സിൻസ് ദ ബർത്ത് ഓഫ് ദ ഇൻ്റർനെറ്റ്. ഇതൊക്കെ ഒരു ടെക്നോളജി ബേസ്ഡ് ഉള്ള നമുക്ക് എസ്സേ വരുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതാൻ പറ്റും. So these are the few tips and tricks for IELTS, not only for speaking but also for writing, reading as well as listening also. It will be really helpful. MCQ ഒക്കെ ലിസ്ണിംഗ് വരുമ്പോൾ കൺഫ്യൂസ് ആവാറാണ്. 19th സെഞ്ച്വറി, ഇൻ ബിറ്റ്വീൻ 19th സെഞ്ച്വറി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്പീക്കിങ്ങിൽ ഓഡിയോ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു സ്കോർ കട്ട് ഡൗൺ ആവുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഹിസ്റ്ററി ബേസ് വരുന്നത്. സാധാരണ സ്പീക്കിങ്ങിൽ തന്നെ ക്യൂ കാർഡ് കിട്ടാറുണ്ട്. ഡിസ്ക്രൈബ് ഹിസ്റ്റോറിക്കൽ പീരിയഡ് യു വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട്. ഇത് സാധാരണ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അന്നേരം നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റുഡൻറ്റ് ഭയങ്കരമായിട്ട് പാനിക്കാവും. ബിക്കോസ് അവർ അതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയയും കാണത്തില്ല. ഏത് കാലഘട്ടത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലെങ്കിൽ ഏത് സമയത്തിൻ്റെ കാര്യം പറയണം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി റിയലി എഫക്റ്റീവ്. അവർക്ക് അവരുടെ +7 കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് അന്നേരം ഭയങ്കര കൺഫ്യൂസിങ് ആണ് എങ്ങനെ ഇവർ പറഞ്ഞു കൊടുക്കും. ബിക്കോസ് ദേ ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ് ടോപ്പിക്. അതിനെപ്പറ്റി വലിയ അറിവില്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്.
മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വലിയ ഹിസ്റ്ററിയെ പറ്റി അറിവില്ലെങ്കിലും ഒരു ബേസിക് നോളജ് എന്തായാലും ബേസിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാര്യം പഠിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ചില സമയത്ത് സ്റ്റുഡൻസിന് കിട്ടാറുണ്ട്. ആൻഡ് ആ ഒരു സമയത്ത് പാനിക് അല്ല ആങ്സൈറ്റി ഫീലിംഗ് ഉണ്ടാവാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കാമായിട്ട് തന്നെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം. സോ ഐ ഹോപ്പ് ഇഫ് ഇറ്റ് കംസ് യു പീപ്പിൾ വിൽ ബി വെരി ഈസിലി ക്യാൻ അറ്റംപ്റ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് വെക്കാബുലറീസാണ്. സോ ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. എന്നാൽ ഇത്രയും നേരം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരും എങ്ങനെയൊക്കെ നമുക്ക് ഹിസ്റ്ററി ബേസ്ഡ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ഈസിലി നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം പറഞ്ഞു തന്നെ. സോ ഫസ്റ്റ് വൊക്കാബുലറി നമുക്ക് വന്നിരിക്കുന്ന ആൻസസ്ട്രിയാണ്. അതിൻ്റെ മീനിങ് ആണ് വൺസ് ഫാമിലി ഓർ എത്നിക് ഡിസെൻഡൻസ്. സാധാരണ നമ്മൾ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു കുലത്തിലെയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഇവിടെ വന്ന് സെറ്റിലായെന്ന് ഒരു എക്സാമ്പിൾ ഞാൻ വന്നിട്ടുണ്ട്. ദെയർ ആൻസസ്ട്രീസ് സെറ്റിൽ ദ ലാൻഡ് ഇൻ 18th century ആണ് പറയുന്നത്. അതിനർത്ഥം ആ ഒരു 18th century അല്ലെങ്കിൽ ആ സമയത്ത് വന്ന് സെറ്റിലായ ഒരു ഫാമിലിയാണ് നമ്മുടെ അറ്റ് പ്രസൻറ്റ് എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ നെയ്ബർ എന്ന് നമുക്ക് അവിടെ ഒരു കാര്യം എക്സാമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ആർക്കിയോളജി. സോ ആർക്കിയോളജി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഗവേഷണമൊക്കെ നടത്തുന്ന ഒരു സ്റ്റഡിയാണ്. ഇറ്റ്സ് എ സ്ട്രീം ഓഫ് സ്റ്റഡി. ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ആൻഡ് പ്രീ ഹിസ്റ്ററി ത്രൂ ദ excavation of site and the analysis of artifact and other physical remains. ശരിക്കും ഒരു പഠനമാണ് ആർക്കിയോളജി. ആ ഒരു സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത് അബൌട്ട് ഹ്യൂമൻ എനിത്തിങ്. അതിന് നമ്മൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സ്ഥാപനം തന്നെയാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ അതോറിറ്റി. അത് എങ്ങനെയൊക്കെ നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ അവർ റിമൈൻസൊക്കെ കണ്ടുപിടിച്ചിട്ട് കൂടുതൽ അറിവുകൾ അബൌട്ട് അവർ പാസ്റ്റ് ദേ ഫൈൻഡ് ഇറ്റ് ഔട്ട്. സോ ആർക്കിയോളജിക് period provides a fascinating window into the past, allowing us to piece together the story of our ancestor through remnant they left behind. അതൊരു എക്സാമ്പിളാണ് വന്നിരിക്കുന്നത് ഞാൻ പറയുന്നത്. ആർക്കിയോളജിക്കൽ അതുകൊണ്ട് നമ്മൾക്ക് പല കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്തുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്കറിയാം ഇൻഡസ് സിവിലൈസേഷൻ, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ഓഫ് ഇന്ത്യ. അവിടെ ആ ഒരു കാര്യം അവിടെ സർവേ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്ത ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എല്ലാം കണ്ടുപിടിച്ചപ്പോഴാണ് ഇത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വി ആർ റിയലി സർപ്രൈസ്. അന്നത്തെ കാലത്ത് വരെ ഒരു പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം വരെ ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോഴാണ് ഇറ്റ് ഈസ് റിയലി അമേസിങ് ദാറ്റ് പീപ്പിൾ നോ മോർ അബൌട്ട് ദാറ്റ്സ് തിങ്സ് ഇന്നും. അതുകൊണ്ടാണ് സോ ആർക്കിയോളജി മീൻസ് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ആക്ച്വലി. അടുത്ത ഒരു വേർഡ് വന്നിരിക്കുന്ന ക്രോണിക്കിൾസ് ആണ്. A factual written account of important or historical events in the order of their occurrence. ഓരോ സംഭവം കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വന്നിരിക്കുന്നതാണ്. കൃത്യമായിട്ട് അത് ഫാക്ട് റിലേറ്റഡ് കാര്യങ്ങൾ തന്നെയായിരിക്കും. ഓരോ എവിഡൻസിൻ്റെ അനുസരിച്ച് തന്നെയാണ് സംഭവങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. 1 by 1 ആണ് എഴുതി വച്ചിരിക്കുന്നത്. സോ വി ഹാവ് എ പ്രൂഫ് ഓഫ് ഇറ്റ്. ഈ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പാസ്റ്റിൽ എന്നാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. സോ ദ ക്രോണിക്കിൾ ഓഫ് ദെയർ അഡ്വെഞ്ചർ meticulously recorded in general became a cherished heirloom passed down through generation. എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ കൃത്യമായിട്ട് രേഖാമൂലം എഴുതി വെച്ചിട്ടുണ്ട്. അതുമല്ല അതൊക്കെ സൂക്ഷിച്ച് തന്നെ വെച്ചിരിക്കുകയാണ്. ഇറ്റ് ഹാസ് ബീൻ കെപ്റ്റ് വെരി കെയർഫുള്ളി, വെരി സേഫ്ലി. സോ ദീസ് ഇന്നും അതന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കാണാൻ, അല്ലെങ്കിൽ ആസ് എ വി ഹാവ് കെപ്റ്റ് ഇറ്റ് ആസ് എ ഹെറിറ്റേജ് ഓൾസോ. മ്യൂസിയത്തിലുള്ള ഓരോ സാധനങ്ങൾ നമ്മൾ അതിനെ ഫാക്ട് റിലേറ്റഡ് അല്ലെങ്കിൽ അതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ എവിഡൻസ് ആയിട്ട് തന്നെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വേർഡ് കൾച്ചർ. അതും നമ്മുടെ ഒരു സ്പീക്കിംഗ് സെഷനിൽ പല കാര്യത്തിലും ചോദിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മുടെ കസ്റ്റംസ് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്.
അങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കിന് ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് എങ്ങനെ ഹൗ ദ ട്രഡീഷൻ ഓർ ദ തിങ്സ് വാട്ട് വി ഹെറിറ്റഡ് ഫ്രം അവർ പാസ്റ്റ് ഓർ ഫ്രം അവർ ഓൾഡർ ജനറേഷൻ എങ്ങനെയാണ് നമ്മുടെ അത് ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കൾച്ചർ എന്ന വേർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദ കസ്റ്റംസ്, ആർട്ട്, social institutions and achievement of a particular nation, people or other social group. കസ്റ്റംസ് പൊതുവായിട്ട് അവർക്ക് നടക്കുന്ന ഓരോ ആചാരങ്ങൾ, അവരുടെ ആർട്ട്, സോഷ്യൽ കാര്യങ്ങൾ, അവരുടെ റീച്വൽസ്, ഇതെല്ലാം കൂടെ ചേർത്താണ് ഒരാളെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ അവരുടെ ഒരു കൾച്ചറായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. So exploring different cultures broaden our understanding of humanity's diverse perspective, traditional and values. ശരിക്കും നമുക്ക് മറ്റുള്ളവരുടെ കൾച്ചറൊക്കെ കണ്ട് പഠിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോഴേ നമുക്ക് നമ്മുടെ വേൾഡിൽ തന്നെ പല ഡൈവേഴ്സിറ്റീസ് അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉണ്ട്. അതിൽ നല്ല കാര്യങ്ങൾ നമ്മളൊക്കെ ഇൻഹെറിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് കൾച്ചറൽ എക്സ്ചേഞ്ച്. കൾച്ചറൽ എക്സ്ചേഞ്ച് നമുക്കറിയാം പല രീതിയിലും പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പലരും ഒരു രാജ്യത്തിൽ മറ്റ് രാജ്യങ്ങൾ പോകുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ അവിടെ പോയി താമസിക്കാൻ ദി ഇൻഹെറിറ്റ് സം ഓഫ് ദ തിങ്സ് ഫ്രം ദ ഫോറിനേഴ്സ് ഓർ ഫ്രം അതർ കൺട്രീസ്. സോ ദ മ്യൂച്വൽ ഷെയറിങ്, നമ്മുടെ താല്പര്യത്തോടെ തന്നെയാണ് ഇത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്. ഇൻട്രാക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ട്രഡീഷൻസ്, കസ്റ്റംസ്, ബിലീഫ്, ആർട്ട് ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സൊസൈറ്റീസ്, ഗ്രൂപ്പ്സ് ഓർ ഇൻഡിവിജ്വൽസ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും മാറ്റം വരുത്തുന്നതാണ് കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾക്ക് അറിയാം പല രീതിയിലും റൈറ്റിങ്ങിലാണെങ്കിലും പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഹൗ കൾച്ചറൽ എക്സ്ചേഞ്ച് ചേഞ്ചസ് പീപ്പിൾസ് ലൈഫ് എന്ന് അല്ലെങ്കിൽ സൊസൈറ്റി എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ട്. അന്നേരം നമുക്ക് ഈ ഒരു വേർഡ് ശരിക്കും എഫക്റ്റീവാണ്. നമ്മൾ എങ്ങനെ ഇതിനെയൊക്കെ ഉപയോഗിക്കാം ആൻഡ് ഹൗ വി ക്യാൻ സ്കോർ എ ഹൈ ബാൻഡ് ഇൻ അവർ IELTS സ്പീക്കിംഗ് ആസ് വെൽ ആസ് റൈറ്റിംഗ് ഓൾസോ. അതിനൊരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. Participating in a cultural exchange program allowed me to immerse myself in a new custom, forge lasting friendship, and gain a deeper appreciation for global diversity. എന്ന് വെച്ചാൽ പാർട്ടിസിപ്പേഷൻ ഇൻ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഒരു മതസൗഹാർദ്ദ അല്ലെങ്കിൽ മറ്റു രാജ്യത്തിൽ നിന്ന് വന്ന് നമുക്കിന്നറിയാം ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടമാണ്. പല രാജ്യങ്ങളിലെ ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും പലരും ഫോറിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ മാത്രമേ വി ക്യാൻ എക്സ്പ്ലോർ അവർ എക്കണോമി ഓൾസോ. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഒരു കഴിക്കുന്നതായാലും ഡ്രസ്സിങ് ആയാലും ബിഹേവിയർ ആയാലും പല രീതിയിലും നമ്മൾ മ്യൂച്വലായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും നമ്മൾ അവരിൽ നിന്നും പഠിക്കാറുണ്ട്. നോട്ട് ഓൺലി ദാറ്റ്, നമ്മുടെ വിശ്വാസങ്ങളും ആർട്ട് ആൻഡ് പല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യലാണ്. സോ ആസ് എ ഇൻഡിവിജ്വൽ, ആസ് എ ഗ്രൂപ്പ് ഓൾസോ ഇൻ ദ സൊസൈറ്റി ഇൻ ഡിഫറെൻറ്റ് വേ വി ഇൻഹെറിറ്റ് ദാറ്റ് തിങ്സ്. സോ അങ്ങനൊരു കാര്യമാണ് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിൽ വരുന്നത് തന്നെ. Next one is heritage. So heritage, what actually it is? Valued objects and qualities such as historic building and cultural traditions that have been passed down from previous generation. നമ്മുടെ പൂർവ്വജരിൽ നിന്ന് കിട്ടിയ ഓരോ കാര്യങ്ങളാണ്. ഇറ്റ് മേ ബി എനിത്തിങ്, ഒരു വാല്യുബിൾ ഒബ്ജക്റ്റ് ആവാം, ക്വാളിറ്റീസ് ആവാം, അതിൽ എനി ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ആവാം, കൾച്ചറൽ ട്രഡീഷൻ ആവാം. എന്തും നമ്മൾ നമ്മുടെ പൂർവ്വജരിൽ നിന്ന് മേടിച്ചത് തന്നെ അല്ലെങ്കിൽ കിട്ടിയത് തന്നെയാണ് നമുക്ക്. ദാറ്റ് ഈസ് കോൾഡ് ഇൻഹെറിറ്റഡ് ഓർ ഹെറിറ്റേജ് എന്ന് നമ്മൾ പറയാൻ പറ്റും.
So one of the example is, my family's heritage with its rich blend of traditions and stories passed down through generation shape my identity and sense of belonging. So sense of belonging എന്ന് വെച്ചാൽ നമ്മൾ അവരുമായിട്ട് എന്തുമാത്രം അറ്റാച്ച്ഡ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അവരുമായിട്ട് എന്തുമേ ലിങ്ക്ഡ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു ബിഹേവിയർ ആസ്പെക്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ബീൻ ഇൻഹെറിറ്റഡ് ഫ്രോം മൈ ഫോർ ഫാദേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം സെൻറ്റൻസ് നമുക്ക് ഉണ്ട്. സോ നെക്സ്റ്റ് വൺ, മോണ്യുമെൻറ്റ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ബട്ട് വെൻ ടു യൂസ്, വെയർ ടു യൂസ് ആണ് നമ്മൾ സ്പീക്കിംഗ് സെഷൻ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പം ഉണ്ടാവുന്ന ഒരു ഡെലിമയാണ്. എങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുക, അതാണ് പ്രശ്നം വരുന്നത്. സോ മോണ്യുമെൻറ്റ്, എ സ്റ്റാറ്റ്യൂ, building or other structure erected to commemorate a famous or notable person or event. So it really remark the things. അതാണ് പറയുന്നത് ഉദ്ദേശിക്കുന്നതും. മോണ്യുമെൻറ്റ്സ് നമുക്ക് എന്തും ആവാം, ഒരു ബിൽഡിംഗ് ആവാം, ഒരു സ്ട്രക്ചർ ആവാം, ഒരു സ്റ്റാച്യു ആവാം. സോ നെക്സ്റ്റ് ഈസ്, the ancient monument stood as a silent testament to the ingenuity and craftsmanship of those who became before us. എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ കൃത്യമായിട്ട് പല ബിൽഡിങ്സ് റിയലി വി ആർ അമേസ്ഡ്, എങ്ങനായിരിക്കും ആ ഒരു ടൈം പീരീഡിൽ ഇത്രയും വലിയ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇത്രയും വലിയ ബിൽഡിംഗ് പണിതെടുത്തത് എന്നൊക്കെ ഉള്ളൊരു സർപ്രൈസ് ആവും. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആൻഡ് റിയലി വി വോണ്ട് ടു നോ മോർ അബൌട്ട് ദാറ്റ് സബ്ജക്റ്റ്. അറ്റ് ദാറ്റ് ടൈം വി ക്യാൻ യൂസ് ദിസ് മോണ്യുമെൻറ്റ്, ദിസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റും. നെക്സ്റ്റ് ആണ് വരുന്ന റെലിക്, an objects surviving from an earlier time, especially one of historical interest. Something that is really valuable, specially, and it has been surviving. പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും അത് നല്ല കൃത്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത്. So next word is relic. The relic carefully preserved in a museum offer tantalously glimpse into the mysteries of a bygone era. പണ്ട് കാലത്തെ അല്ലെങ്കിൽ ഇന്നും ആ കാലഘട്ടത്തിലെ സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത് റെലിക്. ആൻഡ് ഓബ്ജെക്ട്സ് സർവൈവിങ് ഫ്രോം ആൻ ഏർലി ടൈം. നെക്സ്റ്റ് വേർഡ് വന്നിരിക്കുന്നത്, ഗുഡ് ആഫ്റ്റർനൂൺ രഞ്ജിനി, നൈസ് ടു സീ യു. സോ ട്രഡീഷൻ, the transmission of customs or belief from generation to generation, or the fact of being passed on in this way. പണ്ട് കാലം തൊട്ടേ ഇത് പോകുന്നുണ്ട്, ഇന്നും അത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ട്രഡീഷൻ. ദാറ്റ് വി ആർ ഇൻഹെറിറ്റഡ് ഫ്രോം അവർ ഫോർ ഫാദർ ആൻഡ് നൗ വി ആർ ഗോയിങ് ടു പാസ് ഇറ്റ് ടു അവർ നെക്സ്റ്റ് ജനറേഷൻ ഓൾസോ. സോ ട്രാൻസ്മിഷൻ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിലോട്ട് പോകുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി കസ്റ്റം or belief that we are going to everything to next generation also. So gathering with family for Sunday dinner has become a cherished tradition that we eagerly look forward to each week. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും എല്ലാ സൺഡേകളിലും നമ്മൾ ഒരു ഗെറ്റ് ടുഗെദർ നടക്കാറുണ്ട്. ഞങ്ങളത് പാരമ്പര്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഓൾസോ വി ആർ ഗോയിങ് ടു ഗിവ് ഇറ്റ് ടു അവർ ചിൽഡ്രൻസ് ഓൾസോ. അവരും ഇത് തന്നെ ഫോളോ ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം പറയുന്നത്. സോ ട്രഡീഷൻ ദാറ്റ് ഹാസ് ബീൻ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു വൺ ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷൻ ഓൾസോ. നെക്സ്റ്റ്, ruin. The remain of something such as building after it has been seriously damaged or destroyed. നമുക്കറിയാം പല ബിൽഡിങ്സും ഇന്ന് ആ ഒരവസ്ഥയിലാണ്. നല്ല നല്ല ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ബിക്കോസ് ഓഫ് ക്ലൈമറ്റിക് ചേഞ്ച്, ഹ്യൂമൻ ഇൻട്രാക്ഷൻ എന്ന് പറയാം, ഇൻ്റർഫിയറൻസ് എന്ന് പറയാം, അങ്ങനെ പല രീതിയിലും ഇന്ന് നമ്മുടെ പണ്ട് കാലത്ത് സൂക്ഷിച്ചു വെച്ച ബിൽഡിങ്സ് ഇന്ന് ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ruin മീൻസ് ഡാമേജ് ആയി നല്ലൊരു പണ്ട് കാലത്തെ ബിൽഡിംഗ് ആണ്, ബട്ട് ഇറ്റ് ഹാസ് ബീൻ സീരിയസ്ലി ഡാമേജ് ഓർ ഡിസ്ട്രോയിഡ് ബൈ പീപ്പിൾ, മേ ബി ബിക്കോസ് ഓഫ് ക്ലൈമറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്.
So, exploring the ancient ruins of Indus Valley filled me with awe and wonder at the enduring legacy of an ancient civilization. സോ റൂയിൻസ് നമുക്ക് കാണാം. ഇൻഡസ് സിവിലൈസേഷൻ്റെ റൂയിൻസ് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇൻഡസ് സിവിലൈസേഷൻ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അല്ലെങ്കിൽ നോക്കുവാണെങ്കിൽ ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫ്ലറിഷ്ഡ് സിവിലൈസേഷൻ ഇൻ ഇന്ത്യ. അത് പല രീതിയിലും, പക്ഷേ ഇന്ന് എന്ത് കാരണം കൊണ്ട് അത് ഡാമേജായി അല്ലെങ്കിൽ റൂയിനായെന്ന് വി ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ഇന്നും അതിൻ്റെ റിമെയിൻസ് നമുക്ക് കാണാൻ പറ്റും. ആർക്കിയോളജിക്കൽ സർവേ അത് നോക്കിയെടുത്തിട്ട് കൃത്യമായിട്ട് രേഖാമൂലം അല്ലെങ്കിൽ അതിൻ്റെ എവിഡൻസ് ഒക്കെ പല മ്യൂസിയത്തിൽ ദേ ഹാവ് കെപ്റ്റ് ഇറ്റ്. നെക്സ്റ്റ് വേർഡാണ് വന്നിരിക്കുന്നത് നൊസ്റ്റാൾജിക്. Feeling happy and also slightly sad when you think about things that happened in the past. നമുക്കറിയാം പഴയ കാലത്തിലെ പാട്ടുകളൊക്കെ കേട്ട് അല്ലെങ്കിൽ പഴയ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഫോട്ടോ പിക്കൊക്കെ കണ്ടിട്ടാണെങ്കിലും വി റിയലി ഫീൽ നൊസ്റ്റാൾജിക് ഓർ വി ഫീൽ അബൌട്ട് ദാറ്റ് മൊമെൻറ്റ് ഓഫ് ടൈം. നമുക്ക് അങ്ങനത്തെയൊക്കെ ഫീലിങ്സ് വരാറുണ്ട്. സോ സംടൈം ഇറ്റ് മേക്സ് അസ് വെരി ഹാപ്പി, സംടൈം ഇറ്റ്സ് ഇമോഷണലി വി ആർ നോട്ട് വെരി good enough to see or go through that moment. So nostalgic എന്ന് പറയുമ്പോഴത്തേക്കിന് ലിസ്ണിംഗ് ടു മൈ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് സോങ് ഓൾവേസ് ഫിൽ മീ വിത്ത് നൊസ്റ്റാൾജിക് ലോങ്ങിങ് ഫോർ സിംപ്ലർ ടൈം. ആ ഒരു പഴയ കാലഘട്ടത്തിലെ എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാലങ്ങൾ അല്ലെങ്കിൽ പഴയ കാലത്ത് പാട്ടുകളൊക്കെ ഇപ്പോഴും എനിക്ക് നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉണ്ടാക്കാറുണ്ട്. ആൻറ്റിക്വേറ്റഡ് നെക്സ്റ്റ് വേർഡാണ് വന്നിരിക്കുന്നത് ഓൾഡ് ഫാഷൻ ഓർ അൺസ്യൂട്ടബിൾ ഫോർ മോഡേൺ സൊസൈറ്റി. പണ്ടത്തെ കാലത്ത് അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ ഉപയോഗം ഉണ്ടായിരുന്നു. ബട്ട് അറ്റ് പ്രസൻറ്റ് ഇന്ന് മോഡേൺ സമയത്ത് ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് ഓർ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഓൾസോ. സോ അതാണ് ആൻറ്റിക്വേറ്റഡ്. സോ ഓൾഡ് ഫാഷൻ ഓർ അൺസ്യൂട്ടബിൾ ഫോർ മോഡേൺ സൊസൈറ്റി, അതിനൊരു എക്സാമ്പിൾ വിത്തുണ്ട്. ദ ആൻറ്റിക്വേറ്റഡ് ടെക്നോളജി ഇൻ ദ അബാൻഡൻഡ് ഫാക്ടറി സ്റ്റുഡ് ആസ് എ റിമൈൻഡർ ഓഫ് ആൻ എറ ലോങ് പാസ്റ്റ് now replaced by modern advancement. ഇന്ന് അതിനെ ഒരു മൊത്തത്തോടെ ഒരു മാറ്റി പുതിയ കാര്യം വെച്ചിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫാക്ടറി പണ്ട് ഇറ്റ് ഹാസ് ബീൻ അബാൻഡൻ കഴിഞ്ഞിട്ടും നോട്ട് ഇൻ യൂസ് എന്നാണ് മീനിങ് വരുന്നത് തന്നെ. എന്ന് പക്ഷേ ഇറ്റ് ഹാസ് ബീൻ റിപ്ലേസ്ഡ് ബൈ ന്യൂ തിങ്സ് ആൻഡ് ഇറ്റ് ഈസ് നൗ വർക്കിംഗ് ഇൻ എ പ്രോപ്പർ വേ. നെക്സ്റ്റ് വേർഡ് era. A period of time known for particular events or developments. കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു മാറ്റം എന്നാണ് ഉദ്ദേശിക്കുന്ന എറ. The Renaissance era was characterized by flourishment of art, science and culture, leaving an indelible mark on history. So Renaissance period namakkariyam, it really made a lot of change not only in Europe but all over the world. ആ ഒരു സമയത്ത് ഉണ്ടായ മാറ്റങ്ങളിൽ നിന്ന് ആർട്ട്, സയൻസ്, എവറിത്തിങ് എല്ലാത്തിലും ഒരു സയൻറ്റിഫിക് ടച്ച് വെച്ച് ഉള്ളതുപോലെ തന്നെയാണ് ഡെവലപ്മെൻറ്റ് നടന്നത്. സോ എ പീരിയഡ് ഓഫ് ടൈം നോൺ ഫോർ പർട്ടിക്കുലർ ഇവൻറ്റ്സ് ഓർ ഡെവലപ്മെൻറ്റ്സ്. നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് നടന്നു. പണ്ടുണ്ടായിരുന്ന പോലെ അല്ല, ദ തിങ്സ് ഹാവ് ചേഞ്ച്, മോഡേൺ മെഷീനറീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നതോടെയാണ് ആ ഒരു ടൈം പീരീഡിനെയാണ് പറയുന്നത് എറ. നെക്സ്റ്റ് chronology. In order to time from the earliest to the latest. പണ്ട് തൊട്ടേ ഓരോ ടൈം ഇൻ വൺ ബൈ വൺ ഒരു സീക്വൻസിൽ വെച്ചിരിക്കുന്ന പോലെ ഇൻ ഓർഡർ ഓഫ് ടൈം ഫ്രം ദ ഏർലിയസ്റ്റ് ടു ദ ലേറ്റസ്റ്റ്. ഇന്ന് കൃത്യമായിട്ട് അത് വൺ ബൈ വൺ സീരീസ് പോലെ വെച്ചിരിക്കുവാണ്. അതാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. സ്റ്റഡിയിങ് ഹിസ്റ്ററി ഇൻ ക്രോണോളജിക്കൽ ഓർഡർ allow for a clearer understanding of the progression of events over time. പല സമയത്തിലും ഉണ്ടായ പ്രോഗ്രസ് വൺ ബൈ വൺ കൃത്യമായിട്ട് അത് രേഖാമൂലം വിത്ത് ദ ഫാക്ട്സ് ഇറ്റ് ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് അല്ലെങ്കിൽ എഴുതി തന്നെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് ഈസ് എക്സ്കവേറ്റഡ്. To remove earth that is covering over a very old object buried in the ground in order to discover things about the
പാസ്റ്റ്. കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്മൾ അത് എന്താണ് കുഴിച്ചെടുത്ത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ നോട്ട് ഓഫ് ദ പ്രസൻറ്റ് ടൈം ബട്ട് ഓഫ് ദ ഓൾഡ് തിങ്സ്. അതാണ് ആർക്കിയോളജിക്കൽ കെയർഫുള്ളി എക്സ്കവേറ്റ് ദ സൈറ്റ് unearthing ancient artifacts that provide valuable insight into the lives of past civilization. So archaeological study അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റ് കൃത്യമായിട്ട് അത് എക്സ്കവേറ്റ് ചെയ്തിട്ട് ആൻഡ് they will find out about each and everything that happened in that period of time. So these were the few vocabularies that will be really helpful when you are going for your speaking examination. അടുത്തതായിട്ട് സിമ്പിളായിട്ട് കുറച്ച് ഫ്രേസസ് ആണ്, സം യൂസ്ഫുൾ ഫ്രേസസ് ദാറ്റ് റിയലി ഹെൽപ്പ് യു. ഇറ്റ് ടുക്ക് ഇൻ 1857 എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്, പക്ഷേ വി മേക്ക് ഷുവർ ദാറ്റ് വി നോ എക്സാക്റ്റ് ടൈം ഓർ ഡേറ്റ് ഓർ ഇയർ എന്ന് അറിയുവാണെങ്കിൽ മാത്രമേ ഈ ഒരു ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഗോസ് ബാക്ക് എ ലോങ് ടൈം എന്ന് വെച്ചാൽ കുറേ കാലങ്ങളായി എന്ന് പറയുമ്പോൾ, സോ വേർ വി ആർ നോട്ട് അവെയർ ഓഫ് ദ എക്സാക്ട് ഡേറ്റ് ഓർ ഇയർ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്രേസ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ, ഈ ഇന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ന വർഷം നടന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഫ്രേസ് ഉപയോഗിക്കാൻ പറ്റും. സോ യു ക്യാൻ റൈറ്റ് ഇൻ യുവർ റൈറ്റിംഗ് എസ്സേയിൽ എഴുതാൻ പറ്റും. അതർവൈസ് ഓൾസോ it will be really helpful while you are reading the passage. It can be very helpful for your reading purpose also. You can understand the things very clearly. അടുത്തതാണ് it dates back to the last century എന്ന് വെച്ചാൽ ലാസ്റ്റ് സെഞ്ച്വറിയിൽ നടന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. സോ ഇതെല്ലാം നമുക്ക് ഒന്നെങ്കിൽ റൈറ്റിങ്ങിലാണെങ്കിലും നമ്മുടെ റീഡിങ്ങിലാണെങ്കിലും നമ്മുടെ സ്പീക്കിംഗ് സെഷനിലാണെന്നും നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. So few idioms also. Go down in history. Very simple, not that very much complicated idioms. So this will go down in history to become famous event, years എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. He will go down in history as one of the best prime minister in India. എന്ന് വെച്ചാൽ ഇത് എഴുതപ്പെടും എന്നല്ലെങ്കിൽ നമ്മൾ നമുക്ക് കാണാൻ പറ്റും ഒരു സമയത്ത് നമ്മുടെ ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നൊക്കെ നമുക്ക് ഗോ ഡൗൺ ഇൻ ഹിസ്റ്ററി. സോ ഇറ്റ് വിൽ ബി റിട്ടൺ ഓർ ഇറ്റ് വിൽ ബി റിമാർക്ക്ഡ് ആസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്ന വിൽ മേക്ക് ഹിസ്റ്ററി ആണെന്ന് വന്നിരിക്കുന്നത്. ദിസ് വിൽ മേക്ക് ഹിസ്റ്ററി. യെസ്റ്റർഡേയ്സ് ഫൈനൽ ഓഫ് ദ വേൾഡ് കപ്പ് വാസ് അമേസിങ്. ഇറ്റ് വിൽ മേക്ക് ഹിസ്റ്ററി. ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ഇന്നലത്തെ കളി ഭയങ്കരമായിട്ട് സംതിങ് ഇറ്റ് വാസ് അമേസിങ്, ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ഗെയിം. അത് നമുക്ക് കാണാൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ. ഇറ്റ് വിൽ ബി മേക്ക് ഹിസ്റ്ററി ഇൻ ദ കമ്മിങ് പീരിയഡ് ഓഫ് ടൈം. നെക്സ്റ്റ് വൺ ആണെന്നാണ് could put the clock back. ചില സമയത്തൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണ്ടായിരുന്നു, ഒന്നും കൂടെ ഈ സമയം അങ്ങ് പോവായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് വരാതിരിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് ചില സമയത്ത് ചില മൊമെൻറ്റിലൊക്കെ തോന്നാറുണ്ട്. ഇഫ് യു കുഡ് പുട്ട് ബാക്ക് ദ ക്ലോക്ക് ബാക്ക് ഐ വുഡ് ഡു തിങ്സ് ഡിഫറെൻ്റ്ലി എന്ന്. ഇങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേക്കാട്ടിലും ബെറ്ററായിട്ട് ചെയ്തേനെ എന്നൊക്കെ നമുക്ക് ചില സമയത്ത് പറയാറുണ്ട്. ചുമ്മാതാണെങ്കിലും കളിയിലാണെങ്കിലും ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. സോ ദീസ് idioms you can use in your sentence also. Next one വന്നിരിക്കുന്നതാണ് many moon ago. Many moon. So next one is long time ago ആണ് ഉദ്ദേശിക്കുന്നത്. I visited Kashmir many moons ago. കുറേ സമയം അല്ലെങ്കിൽ it has been a long time I visited Kashmir എന്ന് ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. സോ ഹാവ് യു എവർ ബീൻ ടു ദിസ് പ്ലേസ് എന്നൊക്കെ ചോദിക്കുമ്പം നമുക്ക് ആ ഒരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇന്ന് കണ്ടത് കുറേ ഇഡിയംസ്, ഫ്രേസസ് and few of the vocabularies that really I hope it will be really give you a boost in your speaking. നമുക്ക് നല്ല രീതിയിൽ ബാൻഡ് 7+ മേടിക്കാനുള്ള ഒരു vocabulary ആയിരുന്നു. If it is related to history, the question is related to history. I hope this will be really helpful.
ആൻഡ് സോ ഫോർ ദ നെക്സ്റ്റ് ടൈം ഇതിനെക്കാട്ടും നല്ല അല്ലെങ്കിൽ ഇതിനെക്കാട്ടും വേറെ ഒരു സബ്ജക്റ്റുമായിട്ട് വരുന്നതായിരിക്കും. സോ ഹാവ് എ നൈസ് ഡേ. എൻജോയ്. താങ്ക് യു വെരി മച്ച്.